മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. പാമരം പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളടങ്ങിയതാണ് പുണർദം. അതിഥിയാണ് ദേവത. ഇതിൻ്റെ ചിഹ്നം അമ്പുറയാണ്. മൃഗം പൂച്ച, വൃക്ഷം മുള. ദേവഗണമാണ്. സ്ത്രീയോനിയാണ്. പക്ഷി ചകോരം, ഭൂതം ജലം. പുണർദം നക്ഷത്രക്കാർക്ക് 2026 വിഷുവർഷം തികച്ചും ഗുണകരമായ കാലാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്. സന്തോഷ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഇവർ വിനയമുള്ളവരും സത്യാന്വേഷികളുമാണ്. ഇവർ പരോപകാരം ചെയ്യുന്നതിലും സേവനമനുഷ്ഠിക്കുന്നതിലും സദാ നിരതരായിരിക്കും. കുടുംബസൗഖ്യം, സാമ്പത്തിക പുരോഗതി, കളത്ര സന്താനാദികൾക്ക് ഉന്നതി, കർമ്മത്തിൽ അഭിവൃദ്ധി എന്നിവയുണ്ടാവും. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണുവിന് നെയ്വിളക്ക്, പുഷ്പാഞ്ജലി എന്നിവ നടത്തുക. സ്ത്രീകൾക്ക് വസ്ത്രക്കമ്പം താരതമ്യേന കൂടുതലായിരിക്കും. ശുചിത്വത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരായിരിക്കും പുണർദ നക്ഷത്രത്തിലെ സ്ത്രീജനങ്ങൾ. ഭർത്താവിനോടും മാതാപിതാക്കളോടും ഭക്തിയുള്ള ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാവും. ഈ നക്ഷത്രക്കാർക്ക് മിഥുനക്കൂറിന് വളരെ നല്ല കാലമാണ്. കർക്കിടക്കൂറിന് ഗുണം കുറയും. കർമ്മത്തിൽ അഭിവൃദ്ധി. ദൂരദേശത്തുള്ളവർക്ക് നാട്ടിൽ വരാനും സ്വന്തം ബിസിനസ് ചെയ്യാനും അവസരമുണ്ടാകും. സാമ്പത്തിക ഗുണം ഉണ്ടായിരിക്കും. മനസ്സന്തോഷം, കുടുംബസൗഖ്യം എന്നിവയുണ്ടാവും. സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം ഉണ്ടാവുന്നതാണ്. പുണർദ നക്ഷത്ര ജാതർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളാണ് 2026 വിഷുവർഷം പ്രദാനം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിനും ഉന്നത വിജയം ലഭിക്കുന്നതിനും ഉപരിപഠനത്തിനും വളരെയധികം അനുകൂലമായ സമയമാണ്. പ്രണയബന്ധത്തിലായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെടുന്നതിനും വിവാഹ നിശ്ചയത്തിലേക്കോ വിവാഹത്തിലേക്കോ കടക്കുന്നതിനും അനുകൂലമായ സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. പുതിയ ഭവനം വാങ്ങുന്നതിനോ വീട് പൊളിച്ച് പണിയുന്നതിനോ അനുകൂലമാണ്. പുതിയ ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. പുണർദ നക്ഷത്ര ജാതരുടെ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാവുന്നതിനായി നക്ഷത്രവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതും നക്ഷത്ര പക്ഷിമൃഗാദികളെ വളർത്തുന്നതും ഉത്തമമാണ്. വലിയ വൃക്ഷങ്ങളാണ് എങ്കിൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങളാണ് എങ്കിൽ നക്ഷത്ര പക്ഷിമൃഗാദികളെ നമുക്ക് വളർത്താൻ സാധിക്കുന്നതല്ല. സ്വന്തം നക്ഷത്രത്തിൻ്റെ വൃക്ഷം നശിപ്പിക്കാതിരിക്കുന്നതും പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിലും അവയെല്ലാം നല്ല രീതിയിൽ തന്നെ മാറിപ്പോകുന്നതാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. പുണർദ നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയവും ഗ്രഹസ്ഥിതിയുമനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. മാസത്തിലൊരിക്കലെങ്കിലും കുടുംബക്ഷേത്ര ദർശനം ശീലമാക്കേണ്ടതാണ്. ഇതര മതസ്ഥർ സ്വന്തം ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.